നീയൊക്കെ എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും ടീച്ചേഴ്സിന്റെ ഫേവറേറ്റും അതുപോലെ തന്നെ സ്കൂൾ ലൈഫ് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നതും ഈ ഞങ്ങൾ തന്നെ. കാരണം പഠിക്കേണ്ട സമയത്ത് പഠിക്കാറുമുണ്ട്, അതുപോലെ എൻജോയ് ചെയ്യേണ്ട സമയത്ത് എൻജോയ് ചെയ്യാറുമുണ്ട്. നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചർ ഫ്രീ പീരീഡ് ആയിരുമോ? ഇല്ലല്ലോ. പക്ഷെ ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചർ ഫ്രീ പീരീഡ് ആയിരുന്നു. എൻജോയ് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം എൻജോയ് ചെയ്യാറുമുണ്ട്, അതുപോലെ എക്സാമിന്റെ റിസൾട്ട് വരുമ്പോഴും ഞങ്ങൾ പാസ് ആവാറുമുണ്ട്, അതും നല്ല മാർക്കോടെ. ഇതെല്ലാം നിന്റെ വെറും തോന്നല. ഏറ്റവും ബാക്ക് ബെഞ്ചിലാണെങ്കിലും എല്ലാ ഉഴപ്പും കാണിച്ചിട്ടും ജസ്റ്റ് പാസെങ്കിലും ഞങ്ങൾ ആവാറുണ്ട്. അതുപോലെ ടീച്ചേഴ്സ് പഠിപ്പിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഫ്രണ്ടിൽ നിന്ന് സംസാരിക്കാൻ പറ്റുമോ? ഇല്ല, പക്ഷെ ഞങ്ങൾക്ക് പറ്റും. അതുപോലെ ടീച്ചർ പഠിപ്പിക്കുന്ന സമയത്ത് നിങ്ങൾ ഫുൾ ടൈം ടീച്ചറിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കും. പക്ഷെ ഞങ്ങൾ അങ്ങനെയല്ല. ഞങ്ങൾ ബാക്കിയിരുന്ന് പൂജ്യമായിട്ട് കളിക്കാറുണ്ട്, എന്തിന് ഫുഡ് വരെ കഴിക്കാറുണ്ട്. നിങ്ങൾക്കത് പറ്റുമോ? ഇല്ലല്ലോ. പിന്നെ നീ ഇപ്പൊ പറഞ്ഞത് ടീച്ചേഴ്സിന്റെ ഫേവറേറ്റ് സ്റ്റുഡന്റ് ഫ്രണ്ട് ബെഞ്ചിരിക്കുന്ന നിങ്ങളൊക്കെയാണ്. പക്ഷെ അത് വെറും തോന്നല. അന്നും ഇന്നും ടീച്ചേഴ്സിന്റെ ഫേവറേറ്റ് ബാക്ക് ബെഞ്ചേഴ്സ് ആയ ഞങ്ങളെ തന്നെ. നീയൊക്കെ ഇങ്ങനെ തമ്മിൽ തല്ലിക്കൊണ്ടിരുന്നോ? ശരിക്കും പറഞ്ഞാൽ നീയും സ്കൂൾ ലൈഫ് എൻജോയ് ചെയ്യുന്നുണ്ട്, ഇവളെ സ്കൂൾ ലൈഫ് എൻജോയ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതിനിടയിൽ ചിലർ കണ്ണടച്ച് പാല് കുടിക്കുന്നുണ്ട്. അതാരാന്നറിയോ? ദോ ആ ടീംസ്, മിഡിൽ ബെഞ്ചേഴ്സ്. ബാക്ക് ബെഞ്ചേഴ്സിന്റെ കൂടെ സർവ്വ ഉടായ്പിനും കാണുകയും ചെയ്യും. അതുപോലെ ഫ്രണ്ട് ബെഞ്ചേഴ്സിന്റെ അടുത്ത് എങ്ങനെ നിൽക്കണമെന്നും അവർക്കറിയാം. അതുപോലെ ടീച്ചർ പറയുന്ന കാര്യങ്ങളെല്ലാം കോൺസെൻട്രേഷനോടെ കേട്ടുകൊണ്ടും ഇരിക്കും. അതേസമയം തന്നെ തൊട്ടടുത്തിരിക്കുന്ന ഫ്രണ്ടിനോട് ഗോസിപ്പും പറയും. പേരൻസിന് ഇവരെ കുറിച്ച് ഒരു പ്രതീക്ഷ കാണത്തില്ല. പക്ഷെ റിസൾട്ട് വരുമ്പോഴോ എങ്ങനെങ്കിലും എല്ലാവരും വിചാരിക്കുന്നതിനപ്പുറം റിസൾട്ടോടെ ഇവർ പാസ്സാവുകയും ചെയ്യും. അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഇവരുടെ ഉടായ്പെല്ലാം അറിയായിരിക്കും. പക്ഷെ ടീച്ചേഴ്സിന്റെ മുമ്പിൽ ഇവർ മിസ്റ്റർ പെർഫെക്റ്റ് ആയിരിക്കും. പല ടീച്ചേഴ്സിന്റെ ഫേവറേറ്റ് സ്റ്റുഡൻസും ഈ കൂട്ടത്തിൽ തന്നെ. പക്ഷെ ടീച്ചേഴ്സ് അതൊരിക്കലും പുറത്ത് കാണിക്കത്തില്ല. ശരിക്കും പഠിക്കേണ്ട കാര്യങ്ങളെല്ലാം പഠിച്ചും അതുപോലെ എല്ലാ ഉടായ്പും കാണിച്ചു കിടക്കുന്ന ഇവരല്ലേ ശരിക്കും സ്കൂൾ ലൈഫ് എൻജോയ് ചെയ്യുന്നത്.